പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മെ അംഗീകരിക്കാത്ത ആളുകളുടെ നടുവിൽ നമുക്ക് ഒരു വളർച്ചയുണ്ടോ? നമ്മെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, നമ്മെ നമ്മളായി കണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത ആളുകളുടെ ഒപ്പം നിന്നാൽ നമുക്കൊരു വളർച്ചയുണ്ടാകുമോ? യോസേഫ് എന്ന് പറയുന്ന ദർശനമുള്ള സ്വപ്നക്കാരൻ എന്ന് സഹോദരന്മാർ കളിയാക്കി വിളിച്ച യാക്കോബിൻ്റെ പുത്രൻ അവൻ്റെ വീട്ടിൽ നിന്ന് ആണോ വളർന്നത്? അവൻ്റെ നാട്ടിൽ വെച്ചാണോ ഉയർച്ച പ്രാപിച്ചത്? അല്ല. അവൻ്റെ ജീവിതത്തിൽ അവന് വളരാൻ, ഉയരാൻ, അവൻ്റെ ദർശനത്തിൽ എത്തിച്ചേരുവാൻ ഏറ്റവും സപ്പോർട്ടല്ലാതെ ഇരുന്നത് വീട്ടുകാർ തന്നെയാണ്. അവൻ കണ്ട ദർശനത്തെ അക്സെപ്റ്റ് ചെയ്യാത്ത, അവനെ അംഗീകരിക്കാത്ത, അവൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത, അവൻ കണ്ട സ്വപ്നത്തെ ഒരു രീതിയിലും ബഹുമാനിക്കാത്ത, ദൈവിക ദർശനമുള്ളവനെ വില കുറച്ച് കണ്ട വീട്ടുകാരുടെ നടുവിൽ നിന്ന് അവന് വേറിട്ട് പോകേണ്ടി വന്നു. അപ്പനെ കാണാതെ, അമ്മയെ കാണാതെ, സഹോദരങ്ങളുടെ കൂടെ സമയം ചെലവിടാൻ കഴിയാതെ അവൻ ഒറ്റപ്പെടേണ്ടി വന്നു. അങ്ങനെ അവനവൻ്റെ ഡെസ്റ്റിനിയിലെത്തി, അവനവൻ്റെ ദർശനത്തിൽ, അതിൻ്റെ പൂർത്തീകരണത്തിലെത്തി. ദാവീദിനും ഉണ്ടായിരുന്നു സഹോദരങ്ങൾ, അപ്പൻ, അമ്മ ഒക്കെ. പക്ഷേ ദൈവം അഭിഷേകം ചെയ്യുവാൻ ഉയരമോ നിറമോ ക്വാളിറ്റികളോ ഒന്നും നോക്കാതെ അവനെ കണ്ടപ്പോൾ, ശമൂവേലിനെ അവൻ്റെ അടുക്കൽ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ കിങ്ങായി അനോയിൻ്റ് ചെയ്യുവാൻ അയക്കുമ്പോൾ നാം അവിടെ കാണേണ്ടത്, സ്വന്തം അപ്പൻ കഴിവുള്ള മക്കളുകളെ എല്ലാം നിരത്തി നിർത്തിയപ്പോഴും ഈ മകനെ മറന്നു കളഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന സങ്കീർത്തനത്തിൽ ദാവീദ് കുറിക്കുവാൻ ഇടയായത് ആരോ പറഞ്ഞു കേട്ട മുത്തശ്ശിക്കഥയിലെ അല്ലെങ്കിൽ താൻ വായിച്ചേതോ നോവലിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതവൻ്റെ ജീവിത അനുഭവം തന്നെയായിരുന്നു. അവനെ കിങ് ആക്കുവാൻ, അവനെ ഉയർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ജന്മത്തെയും അവൻ്റെ കഴിവുകളെയും അവൻ്റെ ജന്മ ഉദ്ദേശത്തെയും തിരിച്ചറിയാത്ത, അംഗീകരിക്കാത്ത ആളുകളുടെ ഇടയിൽ അവന് ഒരു വളർച്ചയുണ്ടായില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് ചെന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു, നമ്മുടെ രക്ഷകനായി മാറി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. യേശുവിനെ സ്വന്തം ജനം അംഗീകരിച്ചില്ല, സ്വന്തം യഹൂദ ഗോത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് അവൻ തിരിഞ്ഞു. അത് ഒരു ചരിത്രമായി ഇന്നും ചരിത്രത്തിൽ കാണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ദൂത് പറയുകയാണ്, നീ നിന്നെ അംഗീകരിക്കുന്നവരുടെ ഇടയിൽ നിൽക്കുക, നിന്നെ മാനിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുക. നിന്റെ വളർച്ചയും നിന്റെ ഉയർച്ചയും അവിടെയാണ് ആരംഭിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടാവാം, ഒറ്റപ്പെടലുകളുണ്ടാവാം, പൊട്ടക്കിണറുകളുണ്ടാവാം, അടിമച്ചന്തകളുണ്ടാവാം, ഒരുപാട് അപവാദങ്ങളുണ്ടാവാം, ജയിലറകളുണ്ടാവാം. പല അനുഭവങ്ങളിലൂടെ പലതും തരണം ചെയ്ത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് പോകേണ്ടി വന്നെന്നും വരാം. പക്ഷേ ഡെസ്റ്റിനിയിൽ നീ എത്തും, ലക്ഷ്യത്തിൽ നീ എത്തും. ദർശനം ഉള്ളവനെ, സ്വപ്നം ഉള്ളവനെ അതിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വാക്തത്വം ഉള്ളവനെ അതിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകൊണ്ട് നിനക്ക് വളരാൻ സാധിക്കാത്ത, നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് നീ വിട്ട് അകന്ന് മാറി ദൈവത്തിലുള്ള ആശ്രയത്തോടു കൂടെ നീ ജീവിക്കുക. നിശ്ചയമായി നീ ബിരുദ പ്രാപിക്കും. നിശ്ചയമായി നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും. യോസേഫ് മിസ്രൈമിലെ ഗവർണറായി മാറിയതുപോലെ, ദാവീദ് ഇസ്രായേലിൻ്റെ കിങ്ങായി മാറിയതുപോലെ, ജീസസ് ക്രൈസ്റ്റ് സകല മാനവജാതിയുടെയും സേവ്യറായി, രക്ഷകനായി തീർന്നതുപോലെ, യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന യഹൂദഗോത്രത്തിൻ്റെ സിംഹമായവൻ ജാതികളുടെ കർത്താവായി മാറിയതുപോലെ,
സ്വന്തമായവർ നിന്നെ കൊള്ളുന്നില്ലെങ്കിൽ നീ അതോർത്ത് നിരാശപ്പെട്ട് കിടക്കരുത്, തളർന്നു പോകരുത്, നീ ഒതുങ്ങിപ്പോകരുത്, എല്ലാം അവസാനിച്ചെന്ന് കരുതരുത്. നീ ഉറപ്പായും നിന്റെ ലക്ഷ്യത്തിലെത്തുവോളം ഫൈറ്റ് ചെയ്യണം.